ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ എൻ്റെ വെഡ്ഡിങ് ഡേക്ക് ഔട്ടിങ് പോയ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മിനി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന്. ഇതായിരുന്നു ആ വീഡിയോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കണം എന്നൊരാഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. എത്രത്തോളം എടുക്കാൻ പറ്റി എന്ന് എനിക്കറിയില്ല, പക്ഷെ എടുത്ത ഷോട്ട് മൊത്തം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ തുടക്കം പുറത്തെങ്ങനെയാണ് ഞാൻ കയറുന്നതോ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. സോ നമ്മളുടെ മിനിസോ പോലെ ഇവിടെ ഒരു ഡൈസോ ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു ഷോപ്പായിരുന്നു ഇത്. ഇതുപോലത്തെ സോഫ്റ്റ് ടോയ്സ്, പ്ലഷ് ടോയ്സ് എന്നൊക്കെ പറയില്ലേ, ഈ ടോയ്സ് നിറയെ ഉണ്ടായിരുന്നു. ലോട്ട്സ് ഓഫ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് നല്ല ക്യൂട്ടായിരുന്നു ഓരോന്നും കാണാൻ. അതുപോലെ അത്ര റേറ്റ് കുറവൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറവാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് പ്രോഡക്റ്റിനും 7 റിയാൽ ആയിരുന്നു അതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷെ ഇതുപോലെ കുറച്ച് നല്ല നമുക്ക് കാണുമ്പോൾ വാങ്ങണമെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലഞ്ച് ബോക്സ് 750 ml ഈ ഒരു ലഞ്ച് ബോക്സിന് 22 റിയാലാണ് വരുന്നത്. 7 റിയാൽ വരുന്ന പ്രോഡക്റ്റുകൾ അത്രയും ചെറിയ പ്രോഡക്റ്റുകളായിരിക്കും, നമുക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി വാങ്ങി വെക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കാണുന്ന ഓരോന്നും വീഡിയോ എടുത്തു. ഒരു ചെറിയ ഷോപ്പാണ്, അതിൻ്റെതായ ഒരു അറേഞ്ച്മെന്റ്സേ ഉള്ളൂ, പക്ഷെ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ തോന്നുന്ന പ്രോഡക്റ്റുകളാണ് ഇതിലുള്ളത്. സോ ഒരു നല്ല വീടൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ബൈ ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഇതുപോലത്തെ പാത്രങ്ങളായിക്കോട്ടെ, കപ്പ് ആൻഡ് സോസേഴ്സ് ആയിക്കോട്ടെ, പ്ലേറ്റ്സ് ആയിക്കോട്ടെ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതുപോലെ ഇതാ ഈ കാണുന്ന കപ്പൊക്കെ എന്താ പറയാ, നല്ല ഒരു നമുക്ക് കോഫി ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാപ്പിച്ചീനോ ഒക്കെ കുടിക്കാൻ പറ്റിയ പോലെ. ടോയ്സിന്റെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിലും വെറൈറ്റി ഓഫ് ടോയ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വൈഡ് റേഞ്ച് എന്ന് തന്നെ പറയാം. ഞാനിതിൽ കാണിക്കുന്നതിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. ഓരോ പ്രോഡക്റ്റും ഞാൻ ഈ കാണിച്ചു തരുന്നതിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞങ്ങൾ നിലുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോയ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ബട്ട് അത് വെക്കുന്ന സെക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ ഒരുവിധം പ്രോഡക്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റാണ് ഈ വീഡിയോയിലേക്ക് വന്നത്. ചില പ്രോഡക്ട്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ചിലത് വളരെ റേറ്റ് കുറവുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഷോപ്സ് കണ്ടുവെക്കുക എന്ന രീതിക്ക് ഓരോ കടകളിലും കയറി നോക്കിയതാണ്. ഇവിടെ ഒരുവിധം മോളുകളിലൊക്കെ ഞാൻ ഈ ഡൈസോ ജപ്പാൻ കണ്ടു. അതിനുശേഷം ഞങ്ങളിത് പോയത് ഞാൻ പറഞ്ഞില്ല, December 2 ഇപ്പോൾ ഏകദേശം December 17 ആയി. സോ അതിനുശേഷം പോയ എല്ലാ മോളുകളിലും ഈ ഡൈസോ ജപ്പാൻ ഉണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. ഇനിയും ഖത്തർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ എല്ലാം വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.